ഓം ശാന്തി. ഞാൻ എൻ്റെ ദിവ്യനേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഒരു ശുദ്ധ ചൈതന്യ നക്ഷത്രമാണ്. ജ്യോതി ബിന്ദു ആത്മാവാണ്. ജ്യോതി ബിന്ദു ശിവബാബയുടെ പ്രിയ സന്താനമാണ്. മധുരമായ ബാബ അങ്ങ് ഭോലാനാഥനാണ്. എന്നിൽ നിന്നും ഒന്നും എടുക്കുന്നില്ല, സദാ നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ അങ്ങ് യാതൊരു കണക്കുമില്ലാതെ അളവറ്റ സമ്പത്ത് നൽകുന്നു. ഒന്നിനു പകരം പതുമാഗുണം നൽകിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനം, ഗുണം, അളവറ്റ ശക്തികൾ സർവ ഖജാനകളാലും എന്നെ സമ്പന്നമാക്കുന്നു. അപാര സ്നേഹവും സന്തോഷവും എന്നിൽ നിറച്ചു തരുന്നു. മധുരമായ ബാബ, എനിക്ക് അങ്ങയിൽ നിന്നും ഇത്രയും പ്രാപ്തി ലഭിച്ചിരിക്കുന്നു. ഈ പ്രാപ്തി 21 ജന്മങ്ങളിലേക്കും എന്നെ സമ്പന്നമാക്കിയിരിക്കുന്നു. ഒരു പിടി അവിലിനു പകരം ബാബ സ്വർഗത്തിൻ്റെ കൊട്ടാരം നൽകുന്നു. ശിവബാബ ഭണ്ഡാരം ഭർപൂർ ചെയ്യുന്നവനാണ്. ബാബ വന്നിരിക്കുന്നത് തന്നെ പവിത്രത, സുഖശാന്തിയുടെ ഭണ്ഡാരം ഭർപൂറാക്കുന്നതിനാണ്. എന്നെ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നു. എൻ്റെ മുഴുവൻ മനോകാമനകളും പൂർണ്ണമാക്കുന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകി എന്നെ ത്രികാലദർശിയാക്കി. എന്നെ ഉയർന്നതിലും ഉയർന്നതാക്കുന്നു. മുക്തി, ജീവൻ മുക്തി പ്രാപ്തമാക്കുന്നു. ബാബ അങ്ങ് മാത്രമാണ് ഈ ലോകത്തിൽ നിഷ്കാമ സേവനം ചെയ്യുന്നത്. ഡ്രാമ അനുസരിച്ച് പുതിയ രാജധാനി സ്ഥാപിതമാകണം. ശ്രീമതത്തിലൂടെ ബാബ നമുക്ക് വേണ്ടി പുതിയ രാജധാനി സ്ഥാപിക്കുന്നു, സ്വർഗം സ്ഥാപിക്കുന്നു. എന്നാൽ ആ രാജധാനിയിലെ സുഖത്തിലും സമ്പത്തിൽ നിന്നും ബാബ വേറിട്ടിരിക്കുന്നു. പുതിയ രാജധാനിയിൽ ബാബ വരുന്നില്ല. കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. എന്നാൽ ബാബ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നില്ല. ബാബ തൻ്റെ നിർവാണധാമത്തിൽ വാനപ്രസ്ഥാവസ്ഥയിലിരിക്കുന്നു. ബാബ കുട്ടികൾക്കു വേണ്ടി ഒരു തവണ ഈ കർമ്മക്ഷേത്രത്തിൽ പാർട്ടഭിനയിക്കാൻ വരിക തന്നെ വേണം. സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കും. ശിവബാബ ബ്രഹ്മാവിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്ന ബാബയെ ഞാൻ എത്രമാത്രം ഓർമ്മിക്കണം.
ഓർമ്മയിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. ഞാൻ പാവനമായി മാറുന്നു. ഇപ്പോൾ ദേവതാധർമ്മത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. ബാബ ഡ്രാമയുടെ രഹസ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. നമ്മൾ വീണ്ടും രാജ്യഭാഗ്യം സ്ഥാപിക്കുകയാണ്. കൽപ്പകൽപ്പം ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും പ്രാപ്തിയുണ്ടാകുന്നു. ഞാൻ ബാബയ്ക്ക് സമാനം മഹിമായോഗ്യനായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. എന്തെല്ലാമാണോ ബാബയുടെ മഹിമ അത് സ്വയം തന്നിലേക്ക് കൊണ്ടുവരണം. പാരലൗകിക പിതാവിൽ നിന്നും പവിത്രതയുടെ സമ്പത്തെടുക്കണം. പവിത്രമായി മാറുന്നതിലൂടെ സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ശ്രീമതമനുസരിച്ച് അവനവൻ്റെ ശരീരം, മനസ്സ്, ധനം ഇവയിലൂടെ ഒരു ആദി സനാതന ദേവി ദേവതാധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. പഴയ സംസ്കാരമാകുന്ന അസ്ഥികളെ സമ്പൂർണ്ണ സ്ഥിതിയുടെ സാഗരത്തിൽ അലിയിക്കുന്ന സമാനവും സമ്പൂർണവുമായി ഭവിക്കുന്നു. സൃഷ്ടിയുടെ കണക്കെടുപ്പിന് തൻ്റെ ദുർബലതകളുടെയും കുറവുകളുടെയും കണക്കെടുപ്പ് നടത്തൂ. അവനവനെ ഉജ്ജ്വലമാക്കുന്നു. പഴയ കാര്യങ്ങളെ, പഴയ സംസ്കാരങ്ങളെ ഭസ്മമാക്കുന്നു. അപ്പോൾ സമാനവും സമ്പൂർണവുമാകുന്നു. വിസ്താരത്തെ സാരത്തിലേക്കൊതുക്കുന്ന ഇന്ദ്രജാലം പഠിച്ചോളൂ. എങ്കിൽ ബാബ് സമാനമായി മാറും. ഓം ശാന്തി.